നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബറാബ എന്ന ഒരു ചെടിയെ പറ്റിയാണ്. പഴങ്ങളുണ്ടാകുന്ന ചെടിയാണ്. നല്ല പുളിമധുരമുള്ള ഒരു പഴമാണ് ബറാബ. ഇതാണ് ബറാബയുടെ മരം. ചെറിയ അത് അധികം വലിപ്പം വെക്കാത്ത ഒരു പഴവർഗ്ഗ ചെടിയാണത്. ഇതിപ്പോൾ ഒരു 5 വയസ്സായ ഒരു ബറാബ ചെടിയാണ്. അധികം ഹൈറ്റ് വെക്കുകയില്ല ഇങ്ങനെ. പിന്നെ ഇതെല്ലാം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാലാവസ്ഥ ഇതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല സൂര്യപ്രകാശം അടിച്ച് സൂര്യപ്രകാശമൊക്കെ വെളിച്ചം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഇത് ഹൈറ്റ് വെക്കാതെ കുറ്റിപ്പായിട്ട് തന്നെ വളരും. അതാണ് ബറാബയുടെ. ചിലരൊക്കെ പറയും ഇത് പഴം കൊള്ളിയില അങ്ങനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നുണ്ട്. പക്ഷേ ഓരോ പഴത്തിനും വ്യത്യസ്തമായ രുചികളും ഒക്കെ ആയിരിക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് വലിയ കുഴപ്പമൊന്നും പറയാനില്ല. നല്ല മധുരമൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഇത് ലോങ്ങൻ പോലെ ഒരു പഴമാണ്. ലോങ്ങൻ്റെ ബ്രൗൺ കളറാണ്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മാംസളമായ ഭാഗം കുറവാണ്. ഇതിൻ്റെ അകത്ത് വിത്തുണ്ട്. വിത്താണ് കൂടുതൽ വലിപ്പമുള്ള വിത്തുകൾ. ഇത് വലിയ രുചിയായിട്ട് തോന്നുന്നില്ല. ഇത് നമ്മൾ നല്ല സൂര്യപ്രകാശം നല്ല ചൂടടിക്കുന്ന സ്ഥലത്താണെങ്കിലും മധുരം കൂടുതലാണ്. അല്ലാതെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ചിലപ്പോൾ പുളി കൂടുതലായിരിക്കും. ഇപ്പോൾ ഇത് നല്ല മധുരമുള്ളുണ്ട്. ഇതിന് നല്ല മധുരമുണ്ട്. അപ്പം ഇത് നിറച്ച് കായ്ക്കും. 2-3 തവണയായിട്ട് ഇത് കായ്ക്കുന്നുണ്ട്. ഇത് ഉണ്ട്. ഇതിൻ്റെ ചെടിയുടെ നോക്കിയും ഇതിൻ്റെ അടി മുതൽ ശിഖരങ്ങളാണ്. ഇപ്പോൾ 5 വർഷമായ ചെടി എന്ന് പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിറച്ച് കായാണ്. ഇത് കുറേ പൊഴിഞ്ഞു പോയി. ഇതൊന്നല്ല ഇതിനകത്തുണ്ടായത്. കണ്ടോ, നിറച്ച് കുറേ പൊഴിഞ്ഞു പോയിട്ടാണ്. അത് പൊഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു മരത്തിന് ഒരു ചെടിക്ക് താങ്ങാവുന്നതിനപ്പുറം വന്നാൽ അത് സ്വാഭാവികമായിട്ടൊരു പൊഴിച്ചിലൊക്കെ ഉണ്ടാവും. കഴിച്ച് നിൽക്കുന്നത് അടി ചേർത്ത് മരത്തിൻ്റെ നിലത്തോട് ചേർന്ന്. ഇതാണ് ഈ കാലാവസ്ഥയുടെ ഇതാണ്. മറ്റേതാണ് ഹൈറ്റ് വെച്ച് പോവും. നമ്മൾ ഈ കിഴക്കൻ മേഖലയിലൊക്കെ ആണെങ്കിൽ ഇതിന് പുളിയൊക്കെ കൂടും. അത് അങ്ങോട്ട് ഹൈറ്റും വെച്ച് പോവും. ഇപ്പം നിലത്ത് പടർന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ഈ കാ കഴിഞ്ഞതിൻ്റെ വീണ്ടും ഇതുണ്ടാവുന്നു കൂടെ. ഇതിന് പ്രത്യേക രോഗങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ കുറച്ച് വേനൽക്കാലത്ത് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നല്ലൊരു നെല്ലിക്കയുടെ വലിപ്പമുണ്ട് ഈ സാധനം. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. കാഴ്ച നിൽക്കുന്നത് കണ്ടാൽ ആർക്ക് കൊതി വരും. നല്ല രസമുള്ളൊരു പഴമാണ്. പുളി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലതാണ്. ഇതിന് വെച്ചാൽ ഈ ഫലവൃക്ഷത്തിന് അധികം സ്ഥലം വേണ്ട. ഇതിപ്പോൾ ഇത് കണ്ടാൽ ഒരു 4 അടിയെ കൂടുതൽ 4-5 അടിയെ കൂടുതൽ ഇതിന് സ്പേസ് വേണ്ട. ഒരു ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഫലമാണ് ബറാബ എന്ന് പറഞ്ഞത്. നമ്മുടെ ഈ ബറാബയ്ക്ക് വലിയ കാര്യമായ പരിചരണമൊന്നും ആവശ്യമില്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ഏത് ഫലവൃക്ഷ തൈകൾ നടുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു മിനിമം ഒരു 2.5 അടി കുഴിയെടുത്ത് വളപ്രയോഗം ജൈവവളങ്ങളൊക്കെ ഇട്ട് വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് മതി, എല്ലുപൊടിയും കുറച്ച് മതി, ചാണകപ്പൊടി, അഴിപ്പൊടി, ചാണകപ്പൊടി. ഒരിക്കലും പച്ചച്ചാണകം ഉപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ നല്ല കമ്പോസ്റ്റ് വളം ഈ മണ്ണിൽ മിക്സ് ചെയ്ത് ഇട്ട് മൂടിയ ശേഷം ഒരു 10 ദിവസം വെക്കുന്നത് നല്ലതാണ്. മിനിമം നനച്ച് കൊടുത്ത് വെക്കുന്നത് നല്ലതാണ്. അതിന് ശേഷം നമ്മൾ നമുക്കിപ്പോൾ ഇതിനകത്ത് തൈ കിട്ടുന്ന പല വലിപ്പത്തിലുള്ള കവറിലുള്ള തൈകൾ കിട്ടും. 5, 7, 6, 8, 8, 10 അങ്ങനെ പല വലുപ്പത്തിലുള്ള കവറുകൾ. അതനുസരിച്ച് കുഴിയെടുത്തിട്ട് നമ്മൾ ഈ തൈകൾ വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ വേനൽക്കാലത്ത് വെക്കുന്നതെങ്കിൽ നമ്മൾ ആവശ്യമാണ്. അപ്പോൾ നനച്ച് കഴിഞ്ഞാൽ തൈ പോവും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് തൈ കയറി വന്നോളും. ഇടയ്ക്ക് കുറേശ്ശെ വളം ചെയ്താൽ നല്ലതാണ്. പിന്നെ പൊട്ടാഷ് കുറച്ചിട്ട് കൊടുത്താൽ നല്ലതാണ്. കായ് പിടിക്കാനും ഈ പൂക്കൾ പൊഴിയാതിരിക്കാനൊക്കെ നല്ലതാണ് പൊട്ടാഷ് ഇട്ട് കൊടുത്താൽ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിചരണമൊക്കെ. കാര്യമായ പരിചരണമൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇതിൻ്റെ നമുക്കിതിനകത്ത് ഫലങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ കാലാവസ്ഥയാണ് ഇതിനകത്ത് മെയിനായിട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് അത്ര ഇതായിട്ട് കിട്ടുകയില്ല.
അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഇത് വളരെ നല്ല റിസൾട്ടാണ്. ചില യൂട്യൂബിലൊക്കെ ചിലർ ഇത് വെക്കരുതെന്നുള്ള രീതിയിൽ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ നേരെ തിരിച്ചാണ്. ഇതിന് എനിക്ക് പറയാനുള്ളത് കാലാവസ്ഥ അത് പ്രധാനമാണ്. ചില ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിൽ ചിലപ്പം പുളികൾ കൂടാൻ സാധ്യതയുണ്ട്. നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ നല്ല മധുരമാണ്. അത് എല്ലാ വൃക്ഷങ്ങളും അങ്ങനെയാണ്, എല്ലാ ഫലങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ അതുകൊണ്ട് നനവ് കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ മധുരം കുറയും. അത് ഇപ്പം നിങ്ങൾ മാങ്ങയാണേലും ശരി, ഏത് ഫലങ്ങളാണെങ്കിലും ശരി, നനവ് ചെല്ലുമ്പോഴത്തേക്കും അതിന് മധുരങ്ങൾ കുറയും. നല്ല ചൂടത്ത് നിൽക്കുന്നതാണെങ്കിൽ നല്ല മധുരം കിട്ടും. അതാണ് ഈ ബറാബയെ പറ്റി പറയാനുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറികളിൽ ലഭ്യമാണ്. അപ്പോൾ ആവശ്യക്കാർ നമ്മളെ താഴെ കൊടുത്ത ഫോൺ നമ്പർ ബന്ധപ്പെടുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവർ ബൈ.